എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 3-ാം തീയതി രാമായണ പാരായണം ആരംഭിക്കാം. ആദ്യം ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീ പാർവതി പരമേശ്വരാഭ്യാം നമഃ. ശ്രീ ഹരേ നമഃ. ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീ സരസ്വത്യൈ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമചന്ദ്രായ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാവതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. വിശ്വാമിത്രന്റെ യാഗരക്ഷം. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യയ്ക്കം മാറെഴുന്നള്ളിയിടിനാൻ. രാമനായ വനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം. സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിധി നന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാ. സസ്മിതം മുനീവരൻ തന്നോടു ചൊല്ലിയിടിനാൻ. അസ്മജ്ജന്മവും ഇന്നു വന്നിതു സഫലമായി. നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗളമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വേൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതേ. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം. ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായ മനീപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോത്ഭവ പുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകേണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിധേ നരവതേ. ചിന്താചഞ്ചലനായ പങ്ക്തിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകാന്തേ ചൊല്ലിയിടിനാൻ. എന്തു ചൊൽവതു ഗുരോ നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാൻ ഞാൻ അന്വയ നാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം.
എങ്കിലോ ദേവഗുഹ്യം കേട്ടാലൂ മതി ഗോപ്യം, സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ, മാനമില്ലാത പരമാത്മാവൂ സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി, പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി. നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ, മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുടെ പത്നിയാകൂമദീതി കൗസല്യ കേളെന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ, മുഹൂരാത്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും. ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊൾ വരമെന്നാൻ. പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ. പുത്രനായി പിറന്നതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര, ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ. ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായ മയോ നിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ല ദാനം, പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി, പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതിപുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം. ഉണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോയിനെന്നുര ചെയ്താൽ. ജനക ജനനിമാർ ചരണാംബുജം കൂപ്പി മുനീനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ, വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതൂണീര ബാണ ഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശിക മുനി യാത്രയോ മയപ്പിച്ച ആശീർവാദങ്ങളും നൽകി. തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി. രാമരാഘവ രാമ ലക്ഷ്മണ കുമാര, കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം. ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും. ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ. ദേവനിർമ്മിതങ്ങൾ ഈ വിദ്യകൾ എന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ക്ഷുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നേടിനാൻ വിശ്വാമിത്രൻ. താടകാവധം. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമ വാരിധേ രാമ, പോകുമാറില്ലീ വഴി ആരുമേ ഇതുകാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പില. ഭുവനവാസീജനം ഭുവനേശ്വര പോറ്റി, കൊല്ലണം അവളെ നീ. വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവെയൊന്നു ചെറുഞാണൊലി ചെയ്തു. രാമനെല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി, പെരികെ വേഗത്തോടു മടുത്തു ഭക്ഷിപ്പാനായി. അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം.
പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ജരിയായൊരു യക്ഷിദാനം പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനുപദേശിച്ചു സലക്ഷണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്ഥയാ പുലർകാലേ. പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പുണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവാനേതു ചെയ്തും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവം ദീക്ഷിച്ചിതു കൗശികനതു കാലമാഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നുമാത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാമവനെയൊരു ശരമന്നേരം. മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ. ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു. രാമബാണം അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം ബുക്കിയിടിനാൻ. ഭക്തവത്സലന ഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീജനം. പറ്റലർകുലകാലനാകിയ സൗമിത്രിയം മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചിതതു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്ന അശ്രുപൂർണാദ്രാകുല നേത്ര പത്മങ്ങളോടും ഉത്സംഗയെ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. 203 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി. അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി അരുതു വൃഥാ കാലം കളകെന്നുള്ളതേതും. ജനക മഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോകലാം വത്സന്മാരെ. ചൊല്ലയും ത്രയംബകമാകിന മാഹേശ്വര വില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ. ഭൂമിപാലേന്ദ്രന്മാലാരർച്ചിത മനോദിനം. ക്ഷോണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു. ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര. ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദഫലതാ കുസുമ ഫലങ്ങളാൽ. സർവമോഹനകരം ജന്തു സഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി. പുണ്ടരീകേക്ഷണനോമി വണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ള മനോഹരമാശ്രയയോഗ്യം. നാനാജന്തു സംവീതം ദാനം എത്രയോ ആഹ്ലാദമുണ്ടായതു മനസ്സിമേ. തത്വമെന്തെന്ന് തരുൾ ചെയ്യണം തപോനിധേ. അഹല്യാമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനോ മുര ചെയ്തു. പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി.
ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗളം വർദ്ധിച്ചിടം തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായി ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവം. കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു. ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായൊരഹല്യയോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായൊരഹല്യാരൂപം കണ്ടു ദുശ്യവേനനും കുസുമായുധവശനായാൻ. ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടം തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ. ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ. അന്തരാത്മനി വിഭൂതേന്ദ്രനു മദീനിപ്പോൾ അന്തരം വരാതെ ഒരന്തരമെന്തെന്നോർത്തു. ലോകേശാത്മജസുത നന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാദീങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരമന്തരാ പുക്കാനുടജാന്തരെ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു. ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കൂ മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ. വിത്രസ്തനായ എത്രയും വേപധൂ പൂണ്ടു നിന്നാൻ. തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതീ കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. നിൽക്കാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലു എന്നോട് നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവാനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തു കൊള്ളേണമേ. സഹസ്രഭഗനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം ബുക്കപ്പോൾ അഹല്യയം വേപധൂ പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ. ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം. ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ. നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധാനിച്ചിവിടെ വസിക്കേണം. നീഹാരാധവ വായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ. കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനു മനൂജനും ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിന്ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി. ഹിമവൽ പാർശ്വം പൂക്കാനന്നു തൊട്ടിവിടെ വാണിടിനാളഹല്യയും നിന്തിരുമലരടി ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണേ. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമിന്നു തന്നെ.
നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയ്യം പിടിച്ചുടരാങ്കണം പുക്കാൻ. ഉഗ്രമാം തപസ്സൊടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനീവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടു നാഥൻ. കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേദം ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവത്സത്തോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദള സന്നിഭ നേത്രത്തോടും വാസവ നീലമണി സംകാശഗാത്രത്തോടും വാസവാദ്യമരൗഖ വന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും. തന്നെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടു മുര ചെയ്തതു മോർത്താളപ്പോൾ. നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർണോജ വിലോചനൻ പത്മജാ മനോഹരൻ. ഇത്തമാത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്ത്യാ സത്വരമർഖ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹൂരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദ വർണ്ണത്തോടും അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ. അഹല്യാസ്തുതി. ഞാനഹോ കൃതാർത്ഥയായ ജഗന്നാഥ നിന്നെ കാണായി വന്നതോ മൂലമത്രയുമല്ല ചൊല്ലാം. പങ്കജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്ന പാംസൂരേഷമെന്നെനിക്കല്ലോ സിദ്ധിച്ചു. ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേക ശൂന്യന ചേലനല്ലോ ഭവാൻ. ത്വൽപാദാംബുജ പാംസു പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാവരും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായ അവതരിച്ചൊരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം. ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം. നിത്യമവ്യയം ഭവിച്ചിടുന്നേനിനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദംബുജമാരായുന്നിതു വേദം. യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനം. യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ ദാനും ഭാരതീരമണനും ഭാരതീ ദേവിദാനും. ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനദ്വയനേകനവ്യക്തനാകുലൻ വേദ്യനല്ലാരാലുമെന്നാലും വേദാന്ത വേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ
പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം കൊണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദൻ ആത്മാരാമധനേന്ദ്രൻ. നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ. ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ കൊണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി. വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കേണം. രാമരാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം. മാനഹീനന്മാരാം ദിവ്യന്മാരാലനുധ്യേയം. മാനാർത്ഥം മൂന്നീലകമാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം. നിർമ്മലം ശംഖചക്ര കുലീശമസ്യങ്കിതം. മന്മനോനികേതനം കൽമഷ വിനാശനം. നിർമ്മലാത്മനാം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതം ഭവാൻ. ജഗദാമാതിഭൂതനായതം ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ. നിർവികാരാത്മാ സാക്ഷിഭൂതനായതം ഭവാൻ. അജനവ്യയൻ ഭവാൻ അജീതൻ നിരഞ്ജനൻ. വചസാം വിഷമമല്ലാതൊരാനന്ദമല്ലോ. വാച്യവാചകോഭയഭേദേന ജഗന്മയൻ. വാച്യനായി വരേണമേ വാക്കിനു സദാ മമ. കാര്യകാരണം കർത്തൃഫല സാധന ഭേദം. മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവടിയതോ. സേവകന്മാർക്കു പോലും അറിയാനരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം. ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ. മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ. ബുദ്ധൻ അവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ. സത്വാദി ഗുണത്രയയുക്തയാം ശക്തിയുക്തൻ. സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ. സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ. തത്വാധാരാത്മാ ദേവൻ സകല ജഗന്മയൻ. തത്വജ്ഞൻ നിരൂപമൻ നിഷ്കളൻ നിരഞ്ജനൻ. നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ. നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ. സത്താമാത്രാത്മാരമാത്മാ സർവാത്മാ ഭൂവിഭു സർവാത്മാ വിഭൂ. സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ അനാദിനാഥൻ. സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായ അന്ധയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു. നിന്തിരുവടിയുടെ തത്വമെന്നെല്ലാം ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. എത്ര കുത്രാപി വസിച്ചിടിലും എല്ലാ നാളും പൊന്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഹൃഷികേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ. സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം. ദിനനായക കോടി സദൃശപ്രഭം രാമം. കരസാരസയുഗ സുധൃത ശരചാപം. കരുണാകരം കാളജലദഭാസം രാമം. കനകരുചിര ദിവ്യാംബരം രമാവരം. കനോജ്വലരത്ന കുണ്ടലാഞ്ചിത ഗണ്ഡം.
കമലദളലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാ രാമമീഡേ. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ. ലോകേശാത്മജയാകൂ മഹല്യദാനം പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി. ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചിടിനാളഹല്യയും. സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരുമൈഹിക സുഖം പുരുഷന്മാർക്കു നൂനം. ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ടീ സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം, അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവും ഏറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്ഥേയി സുരാപായി ധരണീസുരഹന്ത പിതൃമാതൃഹാ ഭോഗി. പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമമന്ത്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വഹൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. ശ്രീരാമചന്ദ്രായ നമ. ശ്രീഹരേ നമ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീഹരേ നമ. ശ്രീരാമചന്ദ്രായ നമ.